ഹലോ, എൻ്റെ പേര് കാർത്തികായസ്. ഈ കഴിഞ്ഞ KS എക്സാമിനേഷനിൽ സ്ട്രീം 1-ൽ റാങ്ക് 5 എനിക്കായിരുന്നു. അനുദീപ് അക്കാഡമിയുടെ KS ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിന്റെ പാർട്ടായിരുന്നു. അപ്പോൾ ആസ് എ സ്റ്റുഡന്റ് അക്കാഡമിയെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 2024 LSTI എക്സാമിനേഷന്റെ പ്രിപ്പറേഷന്റെ സമയത്താണ് ഞാൻ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ പാർട്ടാവുന്നത്. സർ അതിൽ ഡെയിലി ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ അത് ഇടയ്ക്കൊക്കെ നോക്കാറുണ്ടായിരുന്നു. ആൻഡ് പിന്നീട് 2025 സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനേഷന്റെ സമയത്ത് ഞാൻ പെയ്ഡ് പ്രോഗ്രാമിന്റെ ഭാഗമായി റിവിഷൻ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്തു. അപ്പോൾ വളരെ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാലും വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിരുന്നു. അത് റിവിഷൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് KSന്റെ മെയിൻസിന്റെ സമയത്ത് സർ ഗ്രൂപ്പിൽ ആൻസർ കീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു അസോസിയേഷനിൽ നിന്നുള്ള ഒരു ട്രസ്റ്റും പിന്നെ ആ മെറ്റീരിയൽസിന്റെ മേലുള്ള കോൺഫിഡൻസുമാണ് ഇന്റർവ്യൂ ഗൈഡൻസിന് വേണ്ടിയിട്ട് അനുദീപ് അക്കാഡമി അപ്രോച്ച് ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. സർ 1-on-1 സെഷൻസ് എടുത്തു തന്നു, മോക്ക് ഇന്റർവ്യൂസ് നടത്തി, ബയോഡാറ്റ റിവൈസ് ചെയ്തു തന്നു. പിന്നെ അതിന്റെ മേലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റാതെ വരുമ്പോൾ സാർ അതിന് ഹെൽപ്പ് ചെയ്തു, ഫീഡ്ബാക്സ് തന്നു. അങ്ങനെ വളരെ ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിരുന്നു അക്കാഡമി മുന്നോട്ട് വെച്ചിരുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഇന്റർവ്യൂയിലേക്ക് വരുന്ന സമയത്ത് കണ്ടന്റും അതേപോലെ തന്നെ കോൺഫിഡൻസും വേണം. അപ്പൊ വളരെ പോസിറ്റിവിറ്റിയും ഒരു ഒപ്റ്റിമിസവും നിറഞ്ഞൊരു അപ്രോച്ച് ആയിരുന്നു ത്രൂ ഔട്ട് ദ പ്രോസസ് അനുദീപ് അക്കാഡമി ചൂസ് ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു കാര്യം കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആസ് ആൻ ആസ്പിരന്റ് എന്നെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂവിന് ഹയസ്റ്റ് മാർക്കായി 34 ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ അതില് അക്കാഡമിയോടും അനുദീപ് സാറിനോടും ഞാൻ എന്റെ താങ്ക്സ് പറയുകയാണ്.